ഞാൻ ആരിടറിയാലും. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരാണ് ചിലപ്പോൾ ആദ്യം ഇടറാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എന്താ ഇത് പഠിപ്പിക്കുന്ന അറിയാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അത് കൃപ കൊണ്ട് മാത്രമാണ്. നമ്മൾ വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃപ കൊണ്ട് മാത്രമാണ്. അത് ജഡത്തിന്റെ ശക്തിയിലല്ല. ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. എന്ത് ബലം നമുക്കുണ്ടെങ്കിലും അതൊരു ഗ്രേസിൽ സംഭവിക്കുന്നതാണ്. ഒരാൾക്കും ഇപ്പൊ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയില്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ അങ്ങനെ ചെയ്തു. കാരണം അയാളുടെ ഇത്രയും നാളത്തെ ഹിസ്റ്ററി വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ന് വരെ അയാൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്നും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പെരുമാറുന്ന ഒരാളായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഇത് അൺബിലീവബിൾ ആണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അയാൾ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അയാളെന്നല്ല ആരും എന്തും ചെയ്യാം. കാരണം ആത്യന്തികമായിട്ട് ഇത് ജഡമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം